എല്ലാവർക്കും നമസ്കാരം. ദേവിക പ്ലസ് പോയിന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷകൾക്കെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്. അല്ലെ, സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പോർഷനെ നമുക്ക് ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്നും വരുന്നുള്ളൂ. പക്ഷെ 10 മാർക്കാണ് ടൈപ്പ് റൈറ്ററിൽ നിന്ന് വരുന്നത്. സോ നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും. അപ്പൊ ഒരിക്കലും ടൈപ്പ് റൈറ്ററിംഗ് പഠിക്കാതെ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ചെന്ന് പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് റൈറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് പഠിച്ചാലോ? അപ്പൊ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, the ribbon starts to move from one spool to another spool automatically. Okay, this mechanism is known as എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം സ്പൂൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇങ്ക് റിബൺ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പ്രിന്റിംഗ് ഇങ്ക് ആയിട്ട് നമ്മൾ ടൈപ്പ് റൈറ്ററിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഇങ്ക് റിബണെ രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീൽസിനെയാണ്, മെറ്റൽ വീൽസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, സ്പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്. ആ ഒരു രണ്ട് സ്പൂളിലും ഇങ്ങനെ ചുറ്റിയാണ് നമ്മുടെ ഇങ്ക് റിബൺ എന്ത് ചെയ്തിരിക്കുന്നത്, വച്ചിരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാരേജ് പോയി ഹിറ്റ് ആവുന്ന അല്ലെങ്കിൽ ടൈപ്പ് ബാർ പോയി ഹിറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ഇങ്ക് റിബൺ എന്ത് ചെയ്യും, ചെറുതായിട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പയ്യെ നീങ്ങി പോയിക്കൊണ്ടിരിക്കും. കാരണം ഫ്രഷ് ആയിട്ടുള്ള ഇങ്ക് ഓരോ തവണയും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഒരു പേപ്പറിനും ടൈപ്പ് ബാറിനും ഇടയിൽ വന്ന് നിൽക്കണ്ടേ. അപ്പൊ ഇതിനായിട്ട് ഓട്ടോമാറ്റിക്കലി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു വീലിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ഈ ഒരു റിബൺ മുഴുവനായും കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് തിരിച്ച് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എന്ത് സംഭവിക്കും, ഈ ഇങ്ക് റിബൺ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെയും ഉണ്ട് ഒരു സ്പൂള് മുഴുവനായിട്ടും. ഇവിടെ നിന്ന് റിബൺ മുഴുവനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്നും എന്ത് ചെയ്യും, റിബൺ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റിബൺ സ്റ്റാർട്ട്സ് ടു മൂവ് ഫ്രം വൺ സ്പൂൾ ടു അനദർ സ്പൂൾ ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഈ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു ലൈക് മൂവ്മെന്റ് മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേരെന്താ, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. ഓക്കെ, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, സ്പൂൾ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇങ്ക് റിബണെ കുറിച്ച് പഠിച്ചു, അതിന്റെ മൂവിംഗ് ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഈ ഒരു മൂവ്മെന്റ്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് പഠിക്കുമ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഇനി ഒരു കാര്യമാണ് എസ്കേപ്മെന്റ് മെക്കാനിസം. ഓക്കെ, എന്താണ് എസ്കേപ്മെന്റ് മെക്കാനിസം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് നമുക്കറിയാം ക്യാരേജ് അവിടെ നിന്നും ലൈക് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അഡ്വാൻസ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളിൽ അവിടെ നിന്നും ക്യാരേജ് പയ്യെ കണ്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുന്ന ആ ഒരു മെക്കാനിസത്തിന്, ഓക്കെ, ആ ഒരു മൂവിംഗ് മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് എസ്കേപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എസ്കേപ്മെന്റ് മെക്കാനിസം. അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ എസ്കേപ്മെന്റ് മെക്കാനിസം, അതുപോലെ തന്നെ നമ്മുടെ ഇങ്ക് റിബണിന്റെ കാര്യങ്ങൾ, ക്യാരേജിന്റെ കാര്യങ്ങൾ എല്ലാം തന്നെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, എസ്കേപ്പ് മെക്കാനിസം എന്താണ്, എസ്കേപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് ക്യാരേജ് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ഓരോന്നും ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ സ്പേസ് മൂവ് ചെയ്ത് വരുന്ന ആ ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് എസ്കേപ്മെന്റ് മെക്കാനിസം. അതുപോലെ തന്നെ ഒരു സ്പൂളിൽ നിന്നും ഇന്നൊരു സ്പൂളിലേക്ക് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്ന മെക്കാനിസത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ടൈപ്പ് ബാർ അലൈൻമെന്റ്. അതായത് ഓൾ ദ ടൈപ്പ് ബാർസ് ആർ designed to strike exactly at which structural point. ഓക്കെ, അപ്പൊ എന്താണ് ടൈപ്പ് ബാർസ് എന്നുള്ളത് ഓർമ്മയില്ലേ? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെമി സർക്കുലർ ആംഗിളില് അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എല്ലാ ടൈപ്പ് ബാർസും എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. നമ്മൾ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു നേരത്തൊരു കമ്പി ഉണ്ടാവും. ആ കമ്പിയുടെ അറ്റത്ത് ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ടൈപ്പ് ഹെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടൈപ്പ് ഹെഡ്. ഇത്തരം ഈ ഒരു കമ്പി നേരെ പോയി പേപ്പറിൽ അടിക്കുന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ
ഈ ബാർസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഓരോ ടൈപ്പ് ബാറും എക്സാക്ട് ആയിട്ട് എവിടെയാണ് പോയി സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ പേരെന്താണ് ഓർത്ത് പറഞ്ഞേ? സെന്റർ ഗൈഡ്. നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? പ്രീവിയസ് ക്ലാസ് കണ്ടവർക്ക് ഇത് ഓർമ്മ വരും. ലൈക്ക് നമ്മൾ അതിനെ കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള മെക്കാനിസവും നമ്മൾ ആ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്ലാറ്ററിൽ നമ്മളുടെ പേപ്പർ ഇരിക്കുന്നത്, അത് കാർഡ് ഹോൾഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ ടൈപ്പ് ബാർസും പോയി ചെന്ന് അടിക്കുന്നത് സെന്റർ ഗൈഡിലാണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ബാർ വന്ന് ഹിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഭാഗത്തിനെയാണ് നമ്മൾ സെന്റർ ഗൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പഠിച്ചു വെച്ചോളൂ. ഓൾ ദ ടൈപ്പ് ബാർസ് ആർ ഡിസൈൻ ടു സ്ട്രൈക്ക് എക്സാക്ട്ലി അറ്റ് വെയർ സെന്റർ ഗൈഡ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മറക്കരുത്, പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ അല്ലേടാ? അപ്പൊ സിലിണ്ടർ എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം എന്തിനാണ്, നമ്മുടെ പേപ്പറിനെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനാണ്. പ്ലാറ്ററും സിലിണ്ടറൊക്കെ സെയിം ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ കാർഡ് ഹോൾഡർ, അതായത് കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ്, എൻവലപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് തെന്നി മാറി പോവാതിരിക്കാൻ പേപ്പർ ആണെങ്കിൽ എന്ത് ചെയ്ത് വെക്കും, റോൾ ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ കാർഡ് പോലെയുള്ള സാധനങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കാനാണ് ചേർത്ത്, ലൈക്ക് അതിൽ നിന്ന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാർഡ് ഹോൾഡർ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണു, മറക്കരുത്, പഠിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഞാൻ എന്തിനാണ് ഓരോ ക്വസ്റ്റ്യന്റെ മുകളിലും ഈ ഹെഡിങ്സ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസിന്റെ ഓരോ ഭാഗങ്ങളാണ് ഇതെല്ലാം. മനസ്സിലായോ? അപ്പൊ സിലബസിന്റെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്നും ചോദിക്കുന്ന 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും സിലബസ് എൻറ്റയർലി കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെയിം നമ്മളും അങ്ങനെ തന്നെയാണ്. സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഡിസ്കഷൻ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയടാ, ഇൻ വാട്ട് ഇയർ വാസ് ദ ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ ഇൻവെന്റഡ്? ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ ഇൻവെന്റ് ചെയ്തത് ഏത് വർഷമാണ്? അപ്പൊ 1927 റെമിംഗ്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററിന്റെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ അതിനെ ഇൻവെന്റ് ചെയ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റിലേക്ക് അത് വരുന്നത് 1931 ഓക്കെ, ഡിഫറൻസ് പഠിച്ചു വെക്കുക. 1927 തന്നെ റെമിംഗ്ടൺ അവരുടെ പണികളൊക്കെ, ഇലക്ട്രിക് ടൈപ്പ് റൈറ്ററിനെ കുറിച്ചുള്ള പണികളെല്ലാം ആരംഭിച്ച് ഏകദേശം കണ്ടൊരു ഇലക്ട്രിക് ടൈപ്പ് റൈറ്ററിനെ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1931 ഫസ്റ്റ് ഇലക്ട്രിക് ടൈപ്പ് റൈറ്റർ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ബാക്കി നമുക്ക് ലാൻതം ഷോൾസ് ആണ് നമ്മുടെ ടൈപ്പ് റൈറ്ററിനെ ഇൻവെന്റ് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ സാമ്പിളിക് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാമുവൽ ലാൻതം ലോൾസ് അവരുടെ പേര് മാത്രം എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റെഡി? ഇനി അടുത്ത ക്ലാസ് നോക്കിക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. മെയിൻ സ്പ്രിംഗ് അബ്നോർമാലിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യമെങ്കിലും മെയിൻ സ്പ്രിംഗിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കും. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മെയിൻ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ സ്പ്രിംഗ് എന്താണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ ക്യാരേജ് മൂവ്മെന്റിനെ കുറിച്ചും എസ്കേപ്മെന്റ് മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി അല്ലെ. ക്യാരേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്തിനാണ്? അതായത് ക്യാരേജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്ത് വരും, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്ത് വരും. ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് ക്യാരേജിനെ നെക്സ്റ്റ് പേജിലോട്ട്, പേജ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് പേജ് മുകളിലോട്ട് വരുന്ന സമയത്ത് എക്സാക്ട്ലി ഈ ക്യാരേജിനെ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുപോയി എത്തിക്കണ്ടേ. അപ്പൊ അതിനാണ് ക്യാരേജ് റിലീസ് ലിവർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്യാരേജ് റിലീസ് ലിവർ ലെഫ്റ്റ് സൈഡിൽ എത്തിയിട്ടുള്ള ക്യാരേജിനെ വീണ്ടും റൈറ്റ് സൈഡ് ഓഫ് ദ പേപ്പറിലോട്ട് കൊണ്ടുപോയി എത്തിക്കാൻ ക്യാരേജ് റിലീസ് ലിവർ യൂസ് ചെയ്യും. ഇവിടെ പഠിച്ചു വെക്കേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മെയിൻ സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരേജിന് ഈ മൂവ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മെയിൻ സ്പ്രിംഗ് ആണ്. ഓക്കെ, മെയിൻ സ്പ്രിംഗിൽ നിന്ന് ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി ആണ് ക്യാരേജിന് എസ്കേപ്മെന്റ് മൂവ്മെന്റ് സഹായിക്കുന്നത്. ഓക്കെ, എസ്കേപ്മെന്റ് മൂവ്മെന്റ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ എസ്കേപ്മെന്റ് മൂവ്മെന്റ് ചെയ്യാനായിട്ട് ക്യാരേജിനെ സഹായിക്കുന്ന ആള് മെയിൻ സ്പ്രിംഗ് ആണ്. മെയിൻ സ്പ്രിംഗിലെ മെക്കാനിക്കൽ എനർജിയാണ്. റെഡി? അപ്പൊ നോക്കിയടാ, ഈ ഡ്യൂ ടു ഓവർ ടെൻഷൻ ഓഫ് ദ മെയിൻ സ്പ്രിംഗ്
which of the following mechanism issues happens to the typewriter? Okay, അപ്പൊ ഈ ഒരു ടെൻഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കാരണം മെയിൻ സ്പ്രിങ് വളരെ ലൂസായിട്ട് ടെൻഷൻ ഒന്നും ഇല്ല, അതായത് അവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു. മെയിൻ സ്പ്രിങ്ങിന് വളരെ ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. മെയിൻ സ്പ്രിങ്ങിന് അതിൽ യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ല. ടെൻഷൻ മീൻസ് ലൈക്ക് ഫിസിക്സ് ടേമിലത്തെ ടെൻഷൻ നിങ്ങൾ യൂസ് ചെയ്യാം, ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോ മെക്കാനിക്കൽ എനർജി സ്റ്റോർ ചെയ്തിട്ടാണ് എസ്കേപ്മെന്റ് മെക്കാനിസത്തിന് എനർജി കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ മെയിൻ സ്പ്രിങ്ങിലെ ഓവർ ടെൻഷൻ കാരണം ഓക്കെ കൂടുതലായിട്ടുള്ള ആ ഒരു എനർജി അത് റിലീസ് ചെയ്യാനുള്ള ആ ഒരു കാര്യം കൊണ്ട് എന്ത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് ടൈപ്പ് റൈറ്ററിൽ സംഭവിക്കുന്നത്? ആലോചിച്ചോളൂ, ജർക്കി മൂവ്മെന്റ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ജർക്കി മൂവ്മെന്റ്. ഇങ്ങനെ ചാടി പോകുന്ന ലൈക്ക് പെട്ടെന്ന് ഇതാവുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ജർക്കി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, മെയിൻ സ്പ്രിങ്ങിന്റെ ഓവർ ടെൻഷൻ കാരണം ടൈപ്പ് റൈറ്ററിൽ സംഭവിക്കുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഓക്കെ മെക്കാനിക്കൽ ഇഷ്യൂവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജർക്കി മൂവ്മെന്റ് എന്ന് പറയുന്നത്. റെഡി? ഇനി അടുത്ത കാര്യം പഠിക്കാം. അതായത് മലയാളം ടൈപ്പ് റൈറ്ററിലെ ഡെഡ് കീസിന്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്പർ. ഓക്കെ, ഹൗ മെനി ഡെഡ് കീസ് ആർ പ്രൊവൈഡഡ് ഇൻ എ സ്റ്റാൻഡേർഡ് മലയാളം ടൈപ്പ് റൈറ്റർ. അപ്പൊ ഡെഡ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെഡ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നോർമലി നമ്മൾ ഏതെങ്കിലും ഒരു കീ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കീസിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ക്യാരക്ടർ കീസും നോൺ ക്യാരക്ടർ കീസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പോ ഡെഡ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ, ആലോചിച്ച് വെക്കുക. സാധാരണ രീതിയിൽ ക്യാരേജ് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലൈക്ക് സ്വിച്ച് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ഒരു കീ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥാനം എന്ത് ചെയ്യാറുണ്ട്? ജമ്പ് ചെയ്യാറുണ്ട് അല്ലെ, ഒരു സ്ഥാനം അഡ്വാൻസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യാതിരിക്കുന്ന തരത്തിലുള്ള കീസിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? ഡെഡ് കീസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ മലയാളം ടൈപ്പ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രക്കലയൊക്കെ ഇല്ലേ, ചന്ദ്രക്കലയാണ് ഡെഡ് കീ ആയിട്ട് പറയുക. കാരണം ഒരക്ഷരത്തിന് മേലെയാണ് എന്ത് വരുന്നത്? ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പൊ എപ്പോഴും പറയുന്നത് ആക്സെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? ഡെഡ് കീസ്. അതായത് നമ്മൾ ഈ ഒക്കെ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ എഴുതുന്ന സമയത്ത് അതിന് മേലൊരു ഇങ്ങനെ ഒരു വെട്ട് വരുന്നത്, ഇങ്ങനെ ഒരു ക്യാപ്പ് വരുന്നത്, ഇത്തരത്തിലുള്ള ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇതെന്താണ്? ആക്സെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ടൈപ്പ് ചെയ്യുക. അപ്പൊ ആലോചിച്ചോളൂ, ആക്സെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് ടൈപ്പ് റൈറ്ററിൽ യൂസ് ചെയ്യുന്ന കീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെഡ് കീസ്. ഓക്കെ, അത് മാത്രമല്ല നമ്മളുടെ ക്യാരേജിന്റെ അഡ്വാൻസ്മെന്റ് ഇല്ലാതെ, ക്യാരേജ് എന്ന് പറയുന്നത് ഒരു സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനത്തോട്ട് നീങ്ങുന്നില്ല. ഈവൻ ഇഫ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കീ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ഡെഡ് കീ ആയിരിക്കും അവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മലയാളം ടൈപ്പ് റൈറ്റർ, സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രക്കലയാണ് എന്തായിട്ട് അവിടെ ഉള്ളത്? ഡെഡ് കീ ആയിട്ടുള്ളത്. അപ്പൊ ചന്ദ്രക്കലയിൽ ഈ ഒരു ഡെഡ് കീ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരേജ് എന്ത് ചെയ്യത്തില്ല? ഒരു സ്റ്റെപ്പ് ഫർദർ ആയിട്ട് പോവില്ല. കാരണം എന്താ? നമ്മൾ എപ്പോഴും ടൈപ്പ് ചെയ്യുന്ന ഒരു അക്ഷരത്തിന് മുകളിലാണ് ഈ ഡെഡ് കീ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ആക്സെന്റ് റിലേറ്റഡ് ആയിട്ട്. മനസ്സിലായല്ലോ? ഉത്തരം പഠിച്ചല്ലോ. ഒന്നാണ് ആൻസർ. സെറ്റ്. ഓക്കെ, അടുത്തതാണ് when the variable line spacer is used, the contact between the cylinder ratchet and cylinder is ceased to. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ചുകൂടെ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആലോചിച്ച് നോക്കൂ, അതായത് നമ്മൾ പേപ്പറിനെ വളരെ ടൈറ്റ് ആയിട്ട്, അതായത് പേപ്പർ ഉരുതി പോകാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ വരാനായിട്ട് നമ്മൾ പേപ്പറിനെ ഒക്കെ കറക്റ്റ് ആയിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ നമ്മളങ്ങനെ ഒരു ലൈന് മുഴുവനായി ടൈപ്പ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരേജിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഒരു തവണ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്ലാറ്റർ തിരിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റാ? ഒരു തവണ എന്ത് ചെയ്യും? തിരിയുമ്പോൾ നെക്സ്റ്റ് ലൈനിലോട്ട് പേപ്പർ വന്ന് നിൽക്കും, പിന്നെയും ടൈപ്പ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സിലിണ്ടർ റാഷെ ആൻഡ് സിലിണ്ടർ സീസ്ഡ് ടു, അതായത് ആ സിലിണ്ടറിലാണല്ലോ ചുറ്റി വെക്കുന്നത്, നമ്മുടെ പേപ്പറിനെ ചുറ്റി വെക്കുന്നത്, അതും സിലിണ്ടറിനെയും കൂടെ സീസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൈൻ സ്പേസർ അവിടെ കൊണ്ടുവരണം. അതായത് ഒരു തവണ, അല്ലെങ്കിൽ അത് സിംഗിൾ ലൈൻ ആവാം,
ഡബിൾ ലൈൻ ആകാം, ട്രിപ്പിൾ ലൈൻ ആകാം. നമ്മൾ ട്രിപ്പിൾ ലൈൻ സ്പേസിംഗ്, ഡബിൾ ലൈൻ സ്പേസിംഗ്, സിംഗിൾ ലൈൻ സ്പേസിംഗ് ഒക്കെ ഏതിൽ പഠിച്ചിട്ടുണ്ട്? വേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സെയിം തന്നെ അതുപോലത്തെ സ്പേസിങ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എവിടെ കൊണ്ടുവരാം? ടൈപ്പ് റൈറ്ററിൽ കൊണ്ടുവരാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഈ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സിലിണ്ടർ റാഷി ആൻഡ് ദ സിലിണ്ടർ ഈസ് സീസ്ഡ് ടു, ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് കൊണ്ടുവന്നു? ലൈൻ സ്പേസറിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലൈനിലോട്ട് എത്തിക്കാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ ഈ സിലിണ്ടർ റാഷിയൊക്കെ യൂസ് ചെയ്തിട്ട് ഫേം ആയിട്ട് ആ ഒരു പേപ്പറിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള കാരണം അവിടെ എന്ത് ചെയ്യണം? സീസ് ചെയ്ത് വെക്കണം. ആ ഒരു പേപ്പറിനെ അവിടെ അടക്കി പിടിച്ചു വെക്കണം. പക്ഷെ നമുക്ക് അവിടെ ലൈൻ സ്പേസിംഗ് കൊണ്ടുവരണം. മനസ്സിലായോ? സിംഗിൾ ലൈൻ സ്പേസിങ്ങോ ഡബിൾ ലൈൻ സ്പേസിങ്ങോ നമ്മൾ അവിടെ ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്ര ആലോചിച്ച് വെക്കുക, സിലിണ്ടറിൽ നമ്മുടെ പേപ്പർ തന്നെ സീസ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ, ഫേം ആയിട്ട് ഇരുത്താനാണ് ആരും ഉപയോഗിക്കുന്നത്. ഈ സിലിണ്ടർ റാഷയും എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ലൈൻ സ്പേസിംഗ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ലൈൻ സ്പേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈൻ സ്പേസർ എന്തിനാ? ഒരു പേപ്പറിന് ലൈൻ സ്പേസിംഗ് കൊടുക്കാനാണ് ലൈൻ സ്പേസർ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റൊട്ടേറ്റ് ദ സിലിണ്ടർ, സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സിലിണ്ടർ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? പേപ്പർ റോൾ ചെയ്യും, അവിടെ എന്ത് ചെയ്യും? ലൈൻ സ്പേസിംഗും വരും അല്ലെ? അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, മെയിന്റനൻസ് പ്രോട്ടോകോൾസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. കാരണം ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് റൈറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള, ഓരോ ബ്രഷുകളെ കുറിച്ചാണെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ വിച്ച് സ്പെസിഫിക് ബ്രഷ് ഷുഡ് ബി യൂസ്ഡ് ബൈ ആൻ ഓപ്പറേറ്റർ ടു പ്രോപ്പർലി ക്ലീൻ ദ ടൈപ്പ് ബാർ ഫേസ്. ഓക്കെ, ടൈപ്പ് ബാറിന്റെ ഫേസ് നമ്മൾ പറഞ്ഞു. ടൈപ്പ് ബാർ നീളത്തിലുള്ള ഒരു ലൈനും അതിന്റെ അറ്റത്ത് നമുക്ക് പൊന്തി നിൽക്കുന്ന ഓരോ ലെറ്റേഴ്സും ആണ് സാധാരണയായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ടൈപ്പ് ബാർ ഫേസ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ബാറിന്റെ ഹെഡ് പോർഷൻ, ടൈപ്പ് ബാർ ഫേസിനെ ക്ലീൻ ചെയ്യായിട്ട് എന്തിനാണ് ക്ലീൻ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കും. അതിൽ ഇങ്ക് ഉണ്ടാകും, ഓക്കെ, പേപ്പേഴ്സ് ഉണ്ടാകും, കട്ടായി പോയിട്ടുള്ള പേപ്പേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ഡ്രൈ ആയി പോയിട്ടുള്ള ഇങ്ക് ഉണ്ടാവും. ഇതിനെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള, അതായത് സോഫ്റ്റ് അല്ലാത്ത ഷോർട്ട് ആയിട്ടുള്ള ബ്രഷ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ ഇതിന് മുകളിലുള്ള ഉണങ്ങി പിടിച്ചിട്ടുള്ള മഷിയും അതുപോലെ തന്നെ പേപ്പറും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. ഓക്കെ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ബാർ ഫേസ് ക്ലീൻ ചെയ്യാൻ, ഓക്കെ, ടൈപ്പ് ബാർ ഫേസ് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഷോർട്ട് ബ്രഷ് എന്ന് പറയുന്നത്. റെഡിയാ? ഓക്കെ, ഇനി ടെൻഷൻ പൊസിഷനിങ്. ഞാൻ പറഞ്ഞിരുന്നു മെയിൻ സ്പ്രിങ്ങോ ക്യാരേജോ അതുപോലെ തന്നെ നമ്മളുടെ മെയിന്റനൻസ് മെക്കാനിസം ഒന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നോക്കാം, മെയിൻ ക്യാരേജ് ഓഫ് എ ടൈപ്പ് റൈറ്റർ വിൽ എക്സ്പീരിയൻസ് ദ മോസ്റ്റ് ടെൻഷൻ. അതായത് മെക്കാനിക്കൽ എനർജി ആണ്. എവിടെയുള്ള മെക്കാനിക്കൽ എനർജി? മെയിൻ സ്പ്രിങ്ങിലുള്ള മെക്കാനിക്കൽ എനർജിയാണ് ആക്ച്വലി ക്യാരേജ് മൂവ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പോ ആ ഒരു ടെൻഷന് ലൈക് 0 ഡിഗ്രി ഉള്ള സമയത്ത് അത് പറയുന്നത് എന്താ? മെയിൻ സ്പ്രിങ്ങിന് ഒട്ടും ടെൻഷൻ ഇല്ല, മെയിൻ സ്പ്രിങ് റിലീസ് ആയിട്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ ഒരു തരത്തിലുള്ള മൂവ്മെന്റും, അതായത് ക്യാരേജ് ഒരറ്റം എത്തിക്കഴിഞ്ഞു, ഒരു ടൈപ്പിലുള്ള എനർജിയും നമ്മൾ എന്ത് ചെയ്യണ്ട? ക്യാരേജിന് കൊടുക്കണ്ട. അത് പുഷായി എസ്കേപ്മെന്റ് മെക്കാനിസത്തിൽ വരാൻ വേണ്ടി നമ്മൾ ഒന്നും കൊടുക്കണ്ട. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് 0 ഡിഗ്രി കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താ? മെയിൻ ക്യാരേജ് ഓഫ് ടൈപ്പ് റൈറ്റർ വിൽ എക്സ്പീരിയൻസ് മോസ്റ്റ് ടെൻഷൻ. ഏറ്റവും കൂടുതൽ ടെൻഷൻ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആലോചിച്ച് വെച്ചോളൂ, 80 ഡിഗ്രി ആണ് ഒരു മെയിൻ സ്പ്രിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരേജിന്റെ മോസ്റ്റ് ടെൻഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ റേഞ്ച് 0 ഡിഗ്രി ടു 80 ഡിഗ്രി. 0 ഡിഗ്രി ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവ്, ലൈക് റിലീസ്ഡ്, റിലാക്സ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ആരിയിരിക്കുന്നത്? സ്പ്രിങ് ഇരിക്കുന്നത്. നേരെ മറിച്ച് 80 ഡിഗ്രി ആണ് മോസ്റ്റ് ടെൻഷൻ എന്ന് പറയുന്ന ഭാഗത്തിരിക്കുന്നത്. റെഡിയാ? ഓക്കെ, ഇനി ക്യാരേജ് ഇമ്പാക്ട് കുഷനിങ്. അതായത് ഇതിലിപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും ക്യാരേജിനെ കുറിച്ചാണ് അല്ലേ? അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഒരിക്കലും ക്യാരേജോ മെയിൻ സ്പ്രിംഗ് ഒന്നും വിട്ടിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകരുത്. ഓക്കെ, മാക്സിമം ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ ഒക്കെ പഠിച്ചോളൂ.
കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകും. റെഡി? അപ്പൊ വിച്ച് കമ്പോണന്റ് cushions carriage impact as placed right before the segment in Halda typewriter. Halda typewriter എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ടൈപ്പ്റൈറ്റർ ആണെന്നുള്ളത് നമുക്കറിയാം. ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡി? അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ആ ഒരു ക്യാരേജ് മൂവ്മെന്റിനെ ഒന്ന് കുഷൻ അപ്പ് ചെയ്യാൻ നമ്മൾ സാധാരണ എന്തിനാ ഒരു ഡോർ തുറക്കുന്ന സമയത്ത് അതിന് ഇമ്പാക്ട് നേരിട്ട് പോയി ചുമരിൽ അടിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? വാളിൽ പോയി തട്ടാതിരിക്കാൻ നമ്മൾ റബ്ബർ കുഷ്യൻസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ മാഗ്നറ്റിക് സ്റ്റോപ്പറോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റോപ്പറോ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അല്ല എന്തിനാ? ആ ഇമ്പാക്ട് കുറയ്ക്കാൻ. സെയിം ക്യാരേജ് അവിടെ നിന്ന് അഡ്വാൻസ് ആയി വരുന്ന സമയത്ത് ആ ഒരു ക്യാരേജ് മൂവ്മെന്റിനെ ഒന്ന് കുഷൻ അപ്പ് ചെയ്യാൻ, ലൈക്ക് ആ ഒരു മൂവ്മെന്റിനെ ഒന്ന് സോഫ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്ത്? ബഫർ സ്പ്രിംഗ് എന്ന് പറഞ്ഞു. ഈ ബഫർ സ്പ്രിംഗ് എവിടെ ഉണ്ടാകുക? ബിഫോർ ദ സെഗ്മെന്റ് ഇൻ ഹാൽദ ടൈപ്പ്റൈറ്റർ. സെഗ്മെന്റിന്റെ മുന്നേ ആണ് ഹാൽദ ടൈപ്പ്റൈറ്ററിൽ ഈ ബഫർ സ്പ്രിംഗിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ബഫർ സ്പ്രിംഗ് എന്തിനാണെന്ന് ആലോചിച്ചോളൂ. ക്യാരേജ് മൂവ്മെന്റിനെ ഒന്ന് കുഷൻ ചെയ്യാൻ, ഓക്കെ, ഒന്ന് കുഷൻ അപ്പ് ചെയ്യാനാണ് നമ്മൾ സാധാരണയായിട്ട് ബഫർ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത്. റെഡിയോ? അടുത്തത് ടൈപ്പിസ്റ്റ് പ്രൂഫ് റീഡിംഗ് സിമ്പിൾസ്. ഇതും വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, പ്രൂഫ് റീഡിംഗ് സിമ്പിൾസ് ഓരോ അബ്രിവിയേഷൻസ് കൊടുത്തിട്ട് ഇതെന്താണ് മീൻ ചെയ്യുന്നത്, ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും എക്സാംസിന് കേട്ടോ. അപ്പൊ ഇൻ ആൻ ഒഫീഷ്യൽ ലെറ്റർ ഓർ മാന്യൂസ്ക്രിപ്റ്റ് ഡോക്യുമെന്റ് ലേഔട്ട്, വാട്ട് ഡസ് ദ പ്രൂഫ് റീഡിംഗ് ടേം STET, STET, STET എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഓക്കെ, സ്റ്റേ ആസ് ഇറ്റ് ഇസ്, ലെറ്റ് ഇറ്റ് ബി. ആ ഒരു മീനിങ് ആണ് ആക്ച്വലി STET കൊടുക്കുന്നത്. എങ്ങനെയാണോ ഉള്ളത് അത് തന്നെ. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഓൾറെഡി ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഒരു ഡോക്യുമെന്റില് ഒരു മീറ്റിംഗ് ഉള്ളത് മൺഡേ ആണ് എന്നുള്ള പോലെ ടൈം. അതിനുശേഷം അതിനെ മാറ്റി പ്രൂഫ് റീഡിങ്ങിന് ശേഷം ആ ഒരു അതിനുശേഷം ആ ഒരു ഡോക്യുമെന്റില് ട്യൂസ്ഡേ ആണ് മീറ്റിംഗ് എന്നുള്ളത് കൊടുത്തു എന്നിരിക്കട്ടെ. പക്ഷെ ആക്ച്വൽ മീറ്റിംഗ് എപ്പോ തന്നെയാണ്? മൺഡേ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതിന് താഴെ നമ്മള് പ്രൂഫ് റീഡിങ് കഴിഞ്ഞതിന് ശേഷം STET എന്ന് എഴുതുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? നേരത്തെ ഉണ്ടായിരുന്നത് എന്താണോ അത് തന്നെയാണ് അതിന്റെ മീനിങ്. അത് കഴിഞ്ഞിട്ട് വരുത്തിയ മാറ്റങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റേ ആസ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അത് എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു മീനിങ് വരുന്നത് എന്താണ് ഇതില്? ഇഗ്നോർ കറക്ഷൻ. ഓക്കെ, അപ്പൊ STET എന്ന് പറയുന്നത് ആക്ച്വലി മീൻ ചെയ്യുന്നത് എന്താണ്? ലൈക്ക് ഇഗ്നോർ ദ കറക്ഷൻ. എന്തെങ്കിലും കറക്ഷൻ അതിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വരുത്തിയ കറക്ഷനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് STETന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടൈപ്പ്റൈറ്ററിന്റെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതായത് മെയിൻ്റനൻസ് പ്രോട്ടോകോൾസിനെ കുറിച്ച്, ഓരോ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഓരോരോ സ്പ്രിങ്ങിന്റെ ഓരോ ടൈപ്പിനെ കുറിച്ച്, അതിന്റെ അഡ്വാൻസ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മളിപ്പോ അവസാനം പറഞ്ഞത് എന്താണ്, ഈ ഓരോ ചെറിയ അബ്രീവിയേഷൻസ് പ്രൂഫ് റീഡിങ്ങിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അബ്രീവിയേഷൻസിനെ കുറിച്ച്, ഇത്തരം കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഓക്കെ, ടൈപ്പ്റൈറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള 10 മാർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് എവിടേക്കും പോകില്ല. ഓക്കെ, അപ്പൊ ടൈപ്പ്റൈറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള 10 മാർക്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ആ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ IT ലൈക്ക് വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ആർക്കും ലൈക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ റാങ്ക് മേക്കിംഗ് വരുന്നത്. പക്ഷെ ടൈപ്പ്റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും 10 മാർക്കല്ലേ. ബാക്കി വേർഡ് പ്രോസസ്സിംഗും എക്സലും അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 മാർക്ക് ടൈപ്പ്റൈറ്ററിന്റെ അവിടെ പിടിക്കാം എന്ന് പറഞ്ഞു പോകുന്നവരുടെ ഇടയിൽ ടൈപ്പ് റൈറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകുന്ന നിങ്ങളായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, മുകളിലോട്ട് വരാൻ പോകുന്നത്. ഒരിക്കലും ഞാൻ പറയുന്നത് പഠിച്ചു വെച്ചോളൂ, ടൈപ്പ് റൈറ്ററിന്റെ ഭാഗം സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ പഠിച്ചിട്ടില്ല ഈ 10 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം നോക്കാം. ഇതുമായിട്ടുള്ള റിലേറ്റഡ് ടോപ്പിക്സിനെ കുറച്ച് എലാബറേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ചെറിയ സിലബസ് ആണ് ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്ന്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ സൈറ്റിലേക്ക് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും വേഗം അതെല്ലാം പഠിച്ചോളൂ. ബാക്കി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പൊ കഴിഞ്ഞില്ല, ഇനിയും വരാം. ഓക്കെ, ബൈ.